വെൽക്കം ടു ഫുഡ് ട്രാവലർ. ഞാൻ ഹിബ. ഇന്ന് നമ്മളിവിടെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മുട്ട, 1 കപ്പ് പൗഡേർഡ് ഷുഗർ അതായത് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഓയിൽ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. പിന്നെ ഐസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഡാർക്ക് കോമ്പോട്ട്, അത് കേക്കിന് വേണ്ടിയിട്ട് പ്രത്യേകതയുള്ളൊരു ചോക്ലേറ്റാണ്, സാധാരണ ചോക്ലേറ്റ് അല്ല. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം 4 മുട്ട, അതിൻ്റെ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യണം. നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എഗ്ഗിൻ്റെ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ എഗ്ഗ് വൈറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ പൗഡേർഡ് ഷുഗർ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഷുഗർ പൊടിക്കുമ്പോൾ 1 കപ്പ് മെഷർ ചെയ്തിട്ട് പൊടിക്കാതെ കുറച്ച് ഷുഗർ പൊടിച്ചിട്ട് അതിന് ശേഷം 1 കപ്പ് മെഷർ ചെയ്തെടുക്കണം. അപ്പോഴതിൻ്റെ കറക്റ്റ് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. ഷുഗർ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത് അത് ബാറ്ററിൽ കിടന്ന് അടിയുമ്പോൾ കട്ട പിടിക്കാണ്ടിരിക്കാനാണ്. നമ്മളിപ്പോൾ പൊടിച്ച പഞ്ചസാരയും എഗ്ഗ് വൈറ്റും നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച എഗ്ഗ് യോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസിനൊപ്പം. ഇനി നമുക്ക് മൈദയും കൊക്കോ പൗഡറും കൂടി സീവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. നമ്മളിത് രണ്ടും കൂടി സീവ് ചെയ്തിടുന്നത് കൊക്കോ പൗഡറും മൈദയും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ബാറ്റർ ബീറ്റ് ചെയ്യാൻ പാടില്ല, ഒരു കട്ട് ആൻഡ് ഫോൾഡ് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറക്കാതെ ആ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. ഞാൻ ചെറുപ്പം മുതൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ കേക്ക് ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനിവിടെ കളമശ്ശേരിയിലെ നജാത്ത് പബ്ലിക് സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൊക്കോ പൗഡറും മൈദയും നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. കപ്പ് ഓയിൽ മുഴുവൻ ആഡ് ചെയ്യണം നിർബന്ധമില്ല, നിങ്ങളുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ 1 കിലോ 1 kg കേക്കിനുള്ള ബാറ്ററാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 2 ടീസ്പൂൺ വിനീഗറിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്യും. ഇത് നമ്മുടെ ബാറ്റർ പൊങ്ങാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സ്പാച്ചുല വെച്ചിട്ട് ബാറ്റർ ഇച്ചിരി ലിഫ്റ്റ് ചെയ്ത് താഴത്തേക്ക് ഇടുമ്പോൾ ഇത് ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് റിബൺ പോലെ വരണം. അതിനാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതാണ് നിങ്ങളുടെ കേക്കിന് വേണ്ട റൈറ്റ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബാറ്റർ ബേക്കിങ്ങിന് വെക്കണം. അതിന് മുമ്പ് നമ്മളത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റണം. ഇത് നമ്മുടെ ബേക്കിംഗ് ട്രേ ആണ്. ഇതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ, ഇതാണ് ബട്ടർ പേപ്പർ, ഇത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഗീ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഗീ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞിരിക്കും. പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ബേക്കിംഗ് പേപ്പർ ഉപയോഗിക്കുന്നത്. ബട്ടർ പേപ്പർ സൈഡിൽ നിന്ന് ഒലിഞ്ഞു പോരാണ്ടിരിക്കാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ നിന്ന് കുറച്ച് സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ സൈഡിൽ ശരിക്ക് ഒട്ടിയിരിക്കും. കേക്ക് ട്രേ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് പൊടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബേക്കിങ്ങിന് വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനും യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ സാധാരണ ഇഡലി ചെമ്പാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മളത് ബേക്കിങ്ങിന് വെക്കുമ്പോൾ ഇതേപോലത്തെ ഒരു റിങ്, അതായത് കേക്ക് ട്രേയുടെ ബേസ് ഇത് ഇഡലി ചെമ്പിൻ്റെ അടിഭാഗത്ത് മുട്ടാത്ത രീതിയിൽ ഇച്ചിരി ഹൈറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിങ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇഡലി ചെമ്പും ഞാനിപ്പോൾ നല്ലോണം ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇറക്കി വെക്കാം. നമ്മൾ ബാറ്ററി ഇഡലി ചെമ്പിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം നല്ലോണം സിമ്മാക്കി വെക്കണം, മൂടി വെക്കുക. ഇത് ഞങ്ങൾ സാധാരണ ഒരു 40 മിനിറ്റാണ് വെക്കാറ്. പക്ഷേ നിങ്ങളൊരു അരമണിക്കൂർ കഴിയുമ്പോൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അധികം വെയിറ്റ് ചെയ്യണ്ട. നമ്മളിപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ബേക്ക് ആവുന്നത് വരെ നമുക്കതിന് വേണ്ടിയുള്ള ഐസിങ്ങിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ നമുക്കത് ഒരു ബൗളിലേക്ക് ഇടാം.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ 1 കപ്പാണ് എടുത്തേക്കുന്നത്. എത്രത്തോളം വിപ്പിംഗ് ക്രീം പൗഡർ എടുക്കുന്നുണ്ടോ അത്രയും അതേ അളവിൽ തന്നെ വെള്ളവും ഒഴിക്കുക. വെള്ളം അല്ലെങ്കിൽ പാൽ രണ്ടും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിന് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ക്രീമിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. നമ്മുടെ കേക്ക് റെഡിയാവാൻ ഇനി സമയമുണ്ട്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ ഒരുപാട് നേരം വെക്കുകയാണെങ്കിൽ അത് അലിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ കേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു നീണ്ട കോല് വെച്ചിട്ട് അതിനെ നടുക്ക് കുത്തി നോക്കുക താഴെ വരെ. അത് കോല് ക്ലീൻ ആയിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ കേക്ക് നല്ലോണം ബേക്ക്ഡ് ആയി എന്നർത്ഥം. അഥവാ കുറച്ച് കുക്ക്ഡ് അല്ലാത്ത ബാറ്റർ പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഈ കേക്ക് നല്ലോണം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിനി കേക്ക് ട്രേയിൽ നിന്ന് കേക്ക് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറും റിമൂവ് ചെയ്യാം. നമ്മളിപ്പോൾ കേക്കിൽ നിന്ന് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ലെയറുടെ എണ്ണം കൂട്ടാം. ഞാനിപ്പോൾ ഇത് 2 ലെയറാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഡിസോൾവ് ചെയ്തതാണ്. ഇത് നമ്മൾ കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ലോണം കലങ്ങിയതിന് ശേഷം കുറേശ്ശെ കേക്കിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ അടിയിൽ കൂടി വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കും. കേക്ക് നല്ലോണം സോക്ക് ആയിട്ടുണ്ടോയെന്ന് അറിയാൻ ഒന്ന് പതുക്കെ തൊട്ട് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ലെയർ നല്ലോണം സോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ മേളിൽ വിപ്പിംഗ് ക്രീം ഇടണം. ഇത് നമ്മൾ നേരത്തെ ഫ്രീസറിലേക്ക് മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമാണ്. ഇതിനി നമുക്ക് കുറേശ്ശെ സോക്ക് ചെയ്ത കേക്കിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കേക്കിൽ നിന്നുള്ള ചെറിയ ഇതേപോലത്തെ ക്രംസ് സ്പാച്ചുലയിൽ പറ്റാണ്ട് നോക്കണം. കാരണം അത് പിന്നീട് വിപ്പിംഗ് ക്രീം എടുക്കാൻ വേണ്ടി ബാറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേനും അതിൽ മുഴുവൻ മിക്സായി പോകും. നമ്മൾ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെയർ അതിന് മേളിലേക്ക് വെച്ച് കൊടുക്കാം. ലെവൽ നല്ല കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് ടേൺ ടേബിൾ. നമ്മൾ കേക്കിനെ ഐസിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ്. നമുക്കപ്പോൾ ഈ കേക്ക് ഇതിൻ്റെ മേളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ടോപ്പ് ലെയറും കൂടി നമ്മൾ സോക്ക് ചെയ്തെടുക്കണം. അടുത്ത ലെയറും കൂടി സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം ആ ലെയറിനെയും കൂടി കവർ ചെയ്യാം.
പ്രാവശ്യം നമ്മൾ മേളിൽ മാത്രമല്ല കേക്കിൻ്റെ സൈഡും കൂടി നല്ലോണം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കേക്ക് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയുള്ള ഡാർക്ക് കോമ്പൗണ്ട്, സാധാരണ ചോക്ലേറ്റ് അല്ല, കോമ്പൗണ്ട് എന്ന് തന്നെ പറഞ്ഞ പേരിൽ കിട്ടുന്ന സാധനമാണ്. അത് ഡെക്കറേഷൻസ് കേക്കിന് ചോക്ലേറ്റിനൊക്കെ വേണ്ടി തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 40 സെക്കൻഡ്സ് മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യാൻ വെക്കാം. 40 സെക്കൻഡ്സിന് അപ്പുറത്തേക്ക് വെച്ചാൽ അത് കരിഞ്ഞു പോവും. അഥവാ 40 സെക്കൻഡ്സ് വെച്ചിട്ട് ഇത് മെൽറ്റ് ആയില്ലെങ്കിൽ പുറത്തേക്ക് എടുത്ത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒരു 30 അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് വെച്ചിട്ട് മെൽറ്റ് ചെയ്യുക. ഒരിക്കലും 40 സെക്കൻഡ്സിന് അപ്പുറത്തേക്ക് പോകരുത്, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ശരിക്കും മെൽറ്റായിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ബോൾസോ ക്രംസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഐസിങ് ബാഗിലിടുമ്പോൾ സ്റ്റക്കാവും. ഇപ്പോൾ നല്ലോണം മെൽറ്റായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കിത് ഐസിങ് ബാഗിലേക്ക് മാറ്റാം. നമ്മുടെ ഐസിങ് ബാഗ് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മേൽഭാഗം. അത് എന്നിട്ടൊരു ഗ്ലാസ്സിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പുറകെ നല്ലോണം സീൽ ചെയ്ത് വെക്കണം. ഇടയ്ക്ക് വെച്ചിട്ട് ചോക്ലേറ്റ് ചാടിപ്പോകരുത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ നിബ്ബ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കേക്കിൻ്റെ മേളിൽ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പോവാണ്. ഫുഡ് ട്രാവലിൻ്റെ പേര് തന്നെ എഴുതാം നമുക്ക്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. The Food Traveler. Explore the tasty world.